കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഒരു സവിശേഷമായ യാത്രാ വിവരണ പുസ്തകം പുറത്തു വരികയുണ്ടായി. സാധാരണ യാത്രാ വിവരണ ഗ്രന്ഥങ്ങളിൽ നിന്നും ഏറെ വ്യത്യസ്തമായ ഒരു പുസ്തകമായിരുന്നു അത്. ഒരു മാസം കൊണ്ട് 3 പതിപ്പിലെത്തിയ പുസ്തകം. അതുമാത്രമല്ല, സാമൂഹിക നീതി വകുപ്പിൻ്റെ സവിശേഷമായ ഡിഫൻഡിൻ്റെ അവാർഡ് അതിന് കിട്ടുകയും ചെയ്തു. ഇനി ആ പുസ്തകത്തിനൊരു പ്രത്യേകത 5 പേരുടെ ഒരു യാത്രയാണ്. നൂറ്റാണ്ടുകളുടെ പൈതൃകവും ചരിത്രവുമുള്ള ദേശങ്ങളിലൂടെയുള്ള ഒരു യാത്ര. അതിലൊരു അമ്മയുണ്ട്, ഒരു മകനുണ്ട്, ആ മകനെ ചേർത്തണച്ച സുഹൃത്തുക്കളുണ്ട്. ഇവരുടെ യാത്ര പുസ്തകമാകുമ്പോൾ സാധാരണയുള്ള ടെക്നോളജിയിൽ നിന്ന് വിഭിന്നമായി അക്ഷരങ്ങൾ ടൈപ്പ് ചെയ്യുക, എഴുതുക, പ്രിൻ്റ് എടുക്കുക, അല്ലെങ്കിൽ അത് PDF ആക്കുക, അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി വളരെ സവിശേഷമായ ഒരു ടെക്നോളജിയിലൂടെ പുറത്തു വന്ന പുസ്തകമാണ്. കണ്ണുകൊണ്ട് എഴുതുക എന്ന് പറയുന്നത് മലയാളിക്ക് സുപരിചിതമല്ല. ഐ ട്രാക്കിംഗ് സാങ്കേതിക വിദ്യ, അതിലൂടെ എഴുതിയ പുസ്തകം, നൂറ്റാണ്ടുകളുടെ നടകളിൽ നിന്ന് ഈ മനോഹരമായ പുസ്തകം, കൃഷ്ണകുമാർ PS എന്ന ഏറെ ഞങ്ങളെയൊക്കെ സ്വാധീനിച്ച വ്യക്തിത്വം, അദ്ദേഹത്തിൻ്റെ പുസ്തകം, അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്താണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഏറെ സന്തോഷമുണ്ട്. ചവറയിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തുമ്പോൾ ഒരു പ്രകാശമായി ഞങ്ങളുടെയൊക്കെ മുന്നിൽ അദ്ദേഹമുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. ഈ പുസ്തകം ഞാൻ വായിച്ചിട്ട് ആദ്യം ഇത് വായിച്ചു കഴിഞ്ഞു, ഒറ്റ ഇരിപ്പിൽ ആദ്യം വായിച്ചു, വീണ്ടും ഞാൻ ഒരിക്കൽ കൂടെ വായിച്ചു. ശരിക്കും ഇത് സാധാരണ ഒരു യാത്രാ വിവരണങ്ങൾ വായിക്കുമ്പോൾ അതിൽ ഒരു വ്യക്തിയാണ് പലപ്പോഴും നിറഞ്ഞു നിൽക്കുക. ഞാൻ 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 എന്നുള്ള അർത്ഥത്തിൽ ഞാൻ ഇന്ന സ്ഥലത്ത് എത്തി, ഇന്ന സ്ഥലത്ത് പോയി. ഇതിൽ നിറഞ്ഞു നിൽക്കുന്നത് ഒരുപാട് കാര്യങ്ങളാണ്. അതിൽ സൗഹൃദമുണ്ട്, ചരിത്രമുണ്ട്, ചേർത്തണക്കലുകളുണ്ട്, ഭക്ഷണമുണ്ട്. വായിച്ചു കഴിയുമ്പോൾ നമ്മളിലെല്ലാം നിറയുന്നത് ഒറ്റ കാര്യം മാത്രമാണ്: സ്നേഹവും നന്മയും. യാത്രകളോടുള്ള ഒരു ഇഷ്ടമാണോ ഇത്തരം ഒരു എഴുത്തിലേക്ക് വരാൻ കാരണം? യാത്ര ഇഷ്ടമാണ്. അത് പുസ്തകത്തിൽ ഉടനീളം എഴുതിയിട്ടുണ്ട്. നമ്മുടെ കുട്ടിക്കാലം തൊട്ട് അച്ഛനോടൊപ്പം ചെയ്തു തുടങ്ങിയ ഒന്നാണ് യാത്ര എന്നുള്ളത്. അച്ഛൻ്റെ ഒഫീഷ്യലായ കരിയർ പോകുമ്പോൾ അച്ഛൻ പോകുന്ന വാഹനത്തിൻ്റെ പുറകിലിരുന്ന് പോയി കിട്ടിയ യാത്രാ ക്ഷീണമാണ്. ഈ ഒരു പുസ്തകത്തിൻ്റെ ജനനം അല്ലെങ്കിൽ പുസ്തകത്തിന് കാരണമായ യാത്ര എന്ന് പറയുന്നത് ഒരു 4 വർഷം മുന്നേ മനസ്സിൽ വന്ന് 3 വട്ടം ശ്രമിച്ച് 2 വട്ടം ആ യാത്ര മറ്റു പലയിടത്തേക്ക് മാറിപ്പോയി. 3ാമത് ആരംഭിച്ച് പകുതിക്ക് വെച്ച് തിരികെ പോകുന്ന 4ാമത്തെ ശ്രമത്തിൽ സംഭവിച്ചു വന്നാണ്. അപ്പോഴും ഒരു പുസ്തകമാക്കണമെന്നോ അല്ലെങ്കിൽ ആളുകൾ അത് ഭയങ്കരമായി ശ്രദ്ധിക്കുമെന്നോ ഒന്നും നമ്മൾ വിചാരിക്കുന്നുണ്ടോ? അങ്ങനത്തെ ആഗ്രഹമോ ഒന്നും ഇല്ലായിരുന്നു. ആഗ്രഹം ഉണ്ടായിരുന്നത് ഡോക്യുമെൻ്റ് ചെയ്യുന്നത്, പിന്നെ എൻ്റെ യൂട്യൂബ് ചാനലിനെ കുറിച്ച് വീഡിയോസ് പോകണം, യൂട്യൂബിൻ്റെ ഒരു കോണ്ടാക്ട് ക്രിയേറ്റ് ചെയ്യണം. ഒപ്പം മാതൃഭൂമി പോലെ ഒരു വലിയ പാരമ്പര്യത്തിൻ്റെ ഏതെങ്കിലും മാഗസിനുകളിൽ ഒരു യാത്രാ വിവരണം പോലെ, ഒരു ട്രാവലോഗ് പോലെ എഴുതി വരണമെന്നുണ്ടായിരുന്നു. അതായത് ആ രീതിയിൽ യാത്രയ്ക്ക് ശേഷം എഴുതി ഒരു 75 പേജോളം ഉണ്ടായിരുന്നു, ഇമേജസ് ഉൾപ്പെടെ. അത് മാതൃഭൂമി യാത്രയ്ക്ക് അയച്ചു കൊടുത്തു. അവരത് അതിൻ്റെ ഒരു ഭാഗം പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞ കുറച്ച് ദിവസം കഴിഞ്ഞപ്പം എന്നോട് യാത്രയ്ക്ക് അന്നമേ ആണ് പറഞ്ഞത് ഒരു പുസ്തകമാക്കി കൂടെ ഒരു ചോദ്യം ഉണ്ടാകുന്നു. അതുപോലെ പുസ്തകമാക്കണമെന്നൊന്നും ആഗ്രഹിക്കുന്നില്ല. ഒരുപാട് വർഷങ്ങളായി പലരായി ഒരു പുസ്തകം എഴുതുമെന്ന് പറയുമ്പോഴും അതിനായിട്ടില്ല എന്ന് പറഞ്ഞിരുന്നതാണ്. കാരണം പുസ്തകം എന്ന് പറയുന്ന ഉണ്ടായി വരേണ്ട ഒന്നാണ്, ഉണ്ടാക്കേണ്ട ഒന്നാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും, പക്ഷെ ഒരു പുസ്തകത്തിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത് സ്വാഭാവികമായി ജനിക്കുന്നതാണ്. അപ്പം അങ്ങനെ ആ ഒരു ചോദ്യം
ആള് ഒരു പുസ്തകമായി മാറുന്നു. ദയ എന്ന് പറഞ്ഞൊരു ഗുണമാണ് ഈ പുസ്തകത്തിൽ പേര് സജസ്റ്റ് ചെയ്തത്. യാത്രയുടെ ഒരു തയ്യാറെടുപ്പുകളുണ്ട്. താങ്കളുടെ സുഹൃത്ത് ശ്രീജിത്ത് റൂട്ട് മാപ്പ് തയ്യാറാക്കുന്നത് മുതൽ പിന്നീട് ഈ 4 മാസത്തെ ഒരു തയ്യാറെടുപ്പ്, ആ തയ്യാറെടുപ്പ് ശരിക്കും അതിനുള്ള തയ്യാറെടുപ്പ് ഇടയിൽ താങ്കൾക്ക് അസുഖം വരിക, ഇൻഫെക്ഷനൊക്കെ വന്നു, ഒരുപാട് പിന്നോട്ട് വലിക്കുന്ന ഘടകങ്ങളാണ്. അപ്പോഴും മുന്നോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ തയ്യാറെടുപ്പുകൾ എങ്ങനെയായിരുന്നു? നമ്മളൊന്നും യാത്ര പോകുന്നത് പോലെ അല്ലല്ലോ. ഞാൻ പറയുന്നത് ഒരു 4 വർഷത്തെ ആഗ്രഹമാണ് ഈ ഒരു യാത്ര. അത് വെറുതെ പോയി കാണേണ്ട സ്ഥലങ്ങളല്ല, ഇതൊക്കെ എന്നൊരു ബോധമുണ്ട്. പിന്നെ തീർച്ചയായിട്ടും സഞ്ചാരം എന്ന് പറയുന്ന പ്രോഗ്രാം ഒരു 2000 തൊട്ട് ഇന്നലെ വരെ കണ്ടൊരാളാണ് ഞാൻ. 15 സ്വാധീനം ഭയങ്കരമായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പൊ സന്തോഷത്തോടുകൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ചരിത്രത്തെ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതാണ്. എനിക്കും ചരിത്രം ഇഷ്ടമാണ്. അപ്പോൾ ഒരു യാത്ര എങ്ങനെ പോകണം എന്നും എന്ത് ചെയ്യണമെന്നും ഒക്കെ ധാരണ നമുക്ക് ഉണ്ടാവും. കാഴ്ചകൾ ഇതൊരു ചേർത്ത് വെച്ച് പറയുന്ന ഒരു കഥ തന്നെ. ഞാൻ ഈ ഒരു യാത്രയുടെ തയ്യാറെടുപ്പ് അല്ലെങ്കിൽ യാത്രയുടെ വായനയെ കുറിച്ച് പറയുന്നത് 2010-9 ആദ്യമായിട്ട് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ പോകുന്നത്. അപ്പൊ അന്ന് എൻ്റെ അനുജത്തെ ആഗ്രഹപ്രകാരമാണ് അങ്ങനെ പോകുന്നത്. അപ്പൊ പോകുന്ന സമയത്ത് ദേവിക അനുജത്തെ ഇങ്ങനെ ഓരോ കാഴ്ചകളും പോയിട്ട് ഇത് ഇന്നതാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ചോദിച്ചു, ഇത് നീ ഇതെങ്ങനെയാണ്? ഒന്നതിൻ്റെ പുസ്തകങ്ങളുടെ പേര് വന്നു, അനിയത്തി എൻ്റെ പുസ്തകങ്ങളുടെ പേരെന്ന് ചോദിച്ചു. നീ ഇത് യാത്രയ്ക്ക് വേണ്ടിയിട്ട് ആണോ ഈ ഒരു പുസ്തകം വായിച്ചത്? ചില നമ്മളെ സഞ്ചാരക്കാരനാണ് തന്നെ. അന്ന് തൊട്ടേ നമ്മൾ എൻ്റെ അനുസരിച്ചാണ് ആദ്യം സഞ്ചാരം കണ്ടു തുടങ്ങുന്നത്. 2000 തുടക്കത്തിൽ ഏഷ്യാനെറ്റ്, പിന്നീട് ഞാൻ കാണാൻ തുടങ്ങി. അപ്പൊ ആ സ്വാധീനം തീർച്ചയായിട്ടും യാത്രയുടെ തയ്യാറെടുപ്പിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് വായിച്ചിരുന്നു. അതൊരു പുസ്തകമാക്കാൻ വേണ്ടിയിട്ടുള്ള വായനയൊന്നുമല്ല, കാഴ്ചകൾ അറിയുന്ന കാണണം എന്ന ആഗ്രഹത്തിന്റെ പുറത്ത് ചെയ്തതാണ്. അപ്പോൾ മധുരയിൽ ചെല്ലുന്ന സമയത്ത് അവിടെ പിന്നെ ആയിരക്കരു മണ്ഡപം എവിടെയാണ് എന്നുള്ളത് എനിക്ക് ചോദിക്കാൻ കഴിയണം. എന്നിട്ട് നായ്ക്കർ കാലത്ത് വരച്ച ചിത്രങ്ങൾ എവിടെയാണെന്ന് തഞ്ചാവൂര് ചെല്ലുന്ന സമയത്ത് എനിക്ക് ചോദിക്കാൻ കഴിയണം. നായ്ക്കർ കാലത്ത് വായിക്കുകയും പിന്നെ ഡിജിറ്റൽ വഴി മാറ്റി എടുക്കുകയും ചെയ്തതാണ്. അപ്പം അതൊക്കെ നമ്മൾ ചോദിക്കാൻ കഴിയുന്നതും ഒക്കെ ആ ഒരു വായനയിൽ നിന്നുണ്ടായതാണ്. കൃഷ്ണകുമാർ എന്ന വ്യക്തിത്വത്തെ അച്ഛനും അമ്മയും രൂപപ്പെടുത്തി എടുത്തതെന്ന് എങ്ങനെ പറഞ്ഞു? അതോടൊപ്പം വേറെ 2 ഘടകങ്ങളോട് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന് അനിയത്തിക്കുള്ള ഒരു സവിശേഷമായ ഒരു ഗുണം പക്ഷി നിരീക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു പുസ്തകത്തിന്റെ രചനയും അത് തയ്യാറെടുപ്പൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ സുഹൃത്തുക്കൾ, മറ്റൊന്ന് സൗഹൃദമാണ്. ഈ സൗഹൃദത്തില് വേറെ ഒന്ന് കാര്യം എടുത്തു പറയുന്നത്, ഖലീൽ ജിബ്രാനെ വാഴ്ത്തുന്നവർ മേരി ഹസ്കലിനെ കാണാതെ പോകാൻ പാടില്ലല്ലോ എന്നോട് പറയുന്നുണ്ട്. അപ്പം യാത്രയിൽ ഞങ്ങളൊക്കെ അനുഭവിക്കുന്നത് ഇതെല്ലാം കൂടെയാണ്. എങ്ങനെയാണ് ഈ സൗഹൃദങ്ങളെ അതില് ഈ പറഞ്ഞ സുഹൈലുണ്ട്, അല്ലു ഉണ്ട്, അതുപോലെ തന്നെ റാഫി ഉണ്ട്. അല്ലുവിൻ്റെ ഡ്രൈവിങ്ങും റാഫി ആ ക്ഷേത്രപ്പടികളിൽ, അതുപോലെ തന്നെ 2K ജനറേഷന് താങ്കൾ വിലയിരുത്തുന്നുണ്ട്. മനോഹരമായിട്ടാണ് അവരെ നമ്മൾ എന്തിനും കുറ്റം പറയുന്ന ഒരു തലമുറയായിട്ട് 2K അടിച്ചെടുക്കുമ്പോഴും 2Kയിലുള്ള ഒരുപാട് നന്മകളായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. നമുക്ക് എൻ്റെ സുഹൃത്തിൻ്റെ കഥ ഉണ്ട്. അയാളുടെ ലൈഫിൽ വളരെ സജീവമായി എല്ലാ കാര്യം ഇടപെട്ടുകൊണ്ടിരുന്നൊരു മനുഷ്യൻ. പഠിക്കുന്ന സമയത്ത് ചെറിയൊരു തെറ്റിൻ്റെ പുറത്ത് അദ്ദേഹത്തെ കോളേജിൽ നിന്ന് പുറത്താക്കുക. അപ്പം ആ സുഹൃത്തിനോട് എൻ്റെ മറ്റൊരു സുഹൃത്ത് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നീ ഇത് ചെയ്തതെന്ന് ചോദിക്കും. അയാൾ അവരുടെ കയ്യിൽ നിന്ന് നോട്ട്ബുക്ക് എടുത്തിട്ട് പേനയെടുത്തൊരു ഡോട്ടിട്ടു, കുത്തിട്ടു. എൻ്റെ ചോദിച്ചു, നീ പേപ്പറിനകത്ത് എന്താ കാണുന്നതെന്ന് ചോദിച്ചു.
അപ്പം മറ്റേ സുഹൃത്ത് പെൺസുഹൃത്ത് പറഞ്ഞു നീ എൻ്റെ കറുത്ത കുത്താണെന്ന് പറഞ്ഞു. തിരിച്ച് അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം, നീ എന്തുകൊണ്ടാണ് ഇത് ചുറ്റുകൊണ്ട് വെറുപ്പ് കാണാതെ പോയത്? നമ്മുടെ ആളുകൾ നമ്മുടെ കുട്ടികളുടെ നെഗറ്റീവ്സിലേക്ക് നോക്കാനാണ് താല്പര്യം. അവര് ശരിയാണ്, അവര് മൊബൈൽ ഫോണിനകത്ത് അതൊക്കെ കുത്തിവെക്കുന്ന ആളുകളാണ്. റോഡിൽ ബൈക്കിൽ അഭ്യാസം കാണിക്കും, അവര് പദയാത്ര വരെ തെണ്ടിത്തിരിഞ്ഞ് നടക്കും. പക്ഷെ ഇത്രയും തൊട്ടടുത്ത് നിൽക്കുന്നവനെ സ്നേഹിക്കാൻ, ചേർത്ത് പിടിക്കാൻ, അവനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന തലമുറ വേറെയില്ല. ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ 80s ജനിച്ചതാണ്. 1985 ഞാൻ ജനിക്കുന്നത്. 1985 തൊട്ട് 2025 വരെയുള്ള പല തലമുറകളെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ടുഹിഡ്സിൻ്റെ ഒരു നന്മ, അവരുടെ വെളിച്ചം, അതൊക്കെ നമ്മൾ കാണാതെ പോകുന്നുണ്ട്. നമ്മുടെ മുന്നിൽ തന്നെ എത്രയോ ഉദാഹരണങ്ങളുണ്ട്. കോവിഡ് വന്നു, പ്രളയം വന്നു. എന്റെ തലമുറയിൽപ്പെട്ടവരല്ല അവരെ വെള്ളത്തിൽ ഇറങ്ങി അവരെ കരയ്ക്ക് കൊണ്ടുവരാനും കോവിഡ് ഡ്യൂട്ടി ചെയ്യാനും ഒക്കെ നിന്നത് കുട്ടികളെന്നെ. തെങ്കാശി തുടങ്ങി പിന്നെ മധുര മീനാക്ഷി ക്ഷേത്രം, അവസാനം രാമേശ്വരത്ത് എത്തി നിൽക്കുന്ന യാത്രയിൽ വളരെ ഒരു വ്യത്യസ്തമായ ഒരു അനുഭവമാണ് ഈ അമർ സേവ സംഘത്തിലെ യാദൃശ്ചികമായിട്ട് എത്തിപ്പെടുന്നത്. അത് യാദൃശ്ചികമായിട്ടാണ് എത്തുന്നതെങ്കിലും ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അത് മറ്റൊരു ലോകമാണ്, ലോകത്തെക്കുറിച്ചുള്ള അറിവാണ്, ഒരു ഉൾക്കാഴ്ചയാണ്. അപ്പം അപ്പോഴും ഒരു സംശയം വന്നത്, ഈ താങ്കളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ മൈൻഡിനെ കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചു. അതുപോലെ തന്നെ ഈ സ്പൈനൽ മസ്കുലർ അട്രോഫി അല്ലേ, അതുപോലെ തന്നെ മറ്റൊന്നും കൂടെ ഉണ്ടല്ലോ, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം, പിന്നെ ഈ കൂട്ടായ്മയിലോട്ട് എങ്ങനെയാണ് എത്തുന്നത്, ഈ അമർ സേവാ സംഘത്തിന്റെ പ്രസക്തിയൊക്കെ? രണ്ടും ജനിതക രോഗങ്ങളാണ്. ഞാൻ സയൻസിലോട്ട് പോകുന്നുണ്ട്. അത് കേൾക്കുന്നവർക്കും പക്ഷെ ദഹിക്കാൻ പ്രയാസമുള്ള സാധനമാണ്. SMA എന്ന് പറയുന്നത് ഒരു ജനിതക രോഗം എന്ന് വിളിക്കാമെങ്കിലും മറ്റേതൊരു അവസ്ഥ തന്നെ പറയാൻ മെഡിസിൻ അല്ല. മസ്കുലർ ഡിസ്ട്രോഫിക്ക് SMA മെഡിസിൻ അവൈലബിളാണ്. പക്ഷേ ലക്ഷങ്ങൾ ചിലവ് വരും ഒരു മാസം മരുന്നിന് വേണ്ടിയിട്ട്. 2017 ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ റിസർച്ച് ചെയ്തിട്ടുണ്ട്. ഒരു ആക്സിഡൻ്റ് ഒക്കെ ആയിരുന്നു, ട്രോമ ഒക്കെ ആയിരുന്നു, ഡിപ്രഷൻ ഒക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് അതൊന്ന് ഇറങ്ങി വരുന്ന കാലത്താണ് ഞാൻ മൈൻഡിന് ഭാഗമാകുന്നത്. കോഴിക്കോട് പ്ലജിത്തനും മനുഷ്യത്തനും ഫോൺ ചെയ്യുകയും ട്രസ്റ്റിൻ്റെ ഭാഗമാവുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 2017 തൊട്ട് ചിന്തിച്ചിരിക്കുന്ന ഒരു ഇടം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഒരു വീട് പോലെ നമുക്ക് ജീവിക്കാൻ കഴിയുന്ന, നോക്കാൻ, കേൾക്കാൻ ആരുമില്ലാത്ത ദൈവമനുഷ്യന്മാരുണ്ട്. അവരെ ഒന്ന് ചേർത്ത് പിടിച്ചു കൊണ്ടുപോകുന്ന ഒരിതാണ് നമ്മൾ ആഗ്രഹിച്ചത്. അപ്പോൾ അതൊരു വളരെ നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്തു പോകാൻ പറ്റുന്ന ഒന്നല്ല. ഒരുപാട് പഠനങ്ങൾ ആവശ്യമാണ്. അപ്പം അതിൻ്റെയൊക്കെ ഭാഗത്ത് നമ്മൾ കുറച്ച് സ്ഥലങ്ങൾ ദൃഷ്ടി ചെയ്തു. ഇന്ത്യയിൽ തന്നെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഇത്തരം കമ്മ്യൂണിറ്റി സ്പേസുകൾ, റീഹാബിലിറ്റേഷൻ സെൻ്ററുകൾ ഒക്കെ. അപ്പോൾ അതൊന്നായിരുന്നു വാലി ഫോർ ഡിസേബിൾ എന്ന് പറയുന്ന അമർ സേവാ സംഘത്തിൻ്റെ ഒരു സെൻ്റർ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കോ അല്ലെങ്കിൽ നമ്മുടെ യാത്ര തയ്യാറെടുപ്പുകളോ ഒന്നും ഒരു പോകുന്ന വഴിക്കാണ് ഈ സെൻ്റർ എന്നത് ധാരണ ഉണ്ടായിരുന്നു, മനസ്സിലായിരുന്നു. അങ്ങനെയാണ് നമ്മളത് പെട്ടെന്ന് എന്തോ റാമ്പ് കാണുന്നതും കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോൾ ഒരു ബോർഡ് കാണുന്നതും ഇവിടെ നമ്മുടെ അതിൻ്റെതായിട്ട് ഇരുന്നതാണല്ലോ എന്ന് ചിന്തിക്കുന്നതും എനിക്ക് കയറാമെന്ന് പറയുന്നതും പോകുന്നതും ശ്രീ ശങ്കരരാമൻ ഉൾപ്പെടെ ഉള്ളവരെ കണ്ടതും സംസാരിച്ചതും ഒക്കെ ഭയങ്കര അനുഭവമല്ല. ഒരു 30 ഏക്കർ സ്ഥലത്ത് നീണ്ടു കിടക്കുന്ന ഒരു സ്പേസ് രസകരമായിട്ടാണ് അവരത് ചെയ്തേക്കുന്നത്. അപ്പം അത് നമ്മൾ
നമ്മുടെ സെൻറ്ററിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന കുറേ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അത് കൊണ്ടുവരാൻ കഴിയുന്നുണ്ട്. മധുര മീനാക്ഷി ക്ഷേത്രത്തിലോട്ട് പോകുമ്പോഴേ ഈ അവിടെ ഈ ഇത്തരക്കാർ അതായത് അനുഭവിക്കുന്ന കുറേ പ്രശ്നങ്ങൾ, അതായത് പാർക്കിംഗ് ചെയ്യാനുള്ള സൗകര്യക്കുറവ്, പിന്നെ അതോടൊപ്പം തന്നെ മുമ്പ് നടന്നൊരു പ്രക്ഷോഭത്തെക്കുറിച്ച് താങ്കൾ അതിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇതിപ്പോൾ മധുരയുടെ മാത്രം പ്രത്യേകത അല്ലല്ലോ, നമ്മളിപ്പോൾ പബ്ലിക് സ്പേസിൽ ഹോട്ടലുകളെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പലയിടങ്ങളും ഇപ്പോഴും നമ്മുടെ പൊതുവെ പല വാഹന ഗതാഗതങ്ങളിൽ പോലും പൊതുവാഹനങ്ങളിൽ പോലും ഇത്തരത്തിലൊരു സ്പേസ് ഇല്ല എന്നുള്ളതല്ലേ സത്യം. അപ്പൊ അതിനുള്ള ഒരു നിലവിലുള്ള ഒരു സമര രീതികളാണ് താങ്കൾ യോജിക്കുന്നു ഇല്ലെന്ന് പറഞ്ഞു. ശബ്ദിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു രീതിയാണ് വേണ്ടതെന്നും പറഞ്ഞിരുന്നല്ലോ. നിലവിൽ ഇപ്പൊ നമ്മുടെ മൈൻഡിന്റെ ഒക്കെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ മുൻകൂട്ടി കാണുന്ന പദ്ധതികൾ എന്തൊക്കെയാണ്? ആക്സസിബിലിറ്റിയായിട്ട് ബന്ധപ്പെട്ട് തന്നെ നമ്മളിപ്പോൾ ബ്രേക്കിംഗ് പോയിന്റ് 2.0 എന്നൊരു ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ 14 ജില്ലാ കണ്ടു. അവർക്ക് ആക്സസിബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട പ്രോജക്റ്റ് പ്രപ്പോസൽസ് കൊടുത്തു. ഇപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച എന്ന രീതിക്ക് നമ്മൾ ഗതാഗത വകുപ്പ് മന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്. ഈ വരും ദിവസങ്ങളിൽ തന്നെ ആരോഗ്യ മന്ത്രിയെ കണ്ടിട്ട് ആശുപത്രികളുടെ ആക്സസിബിൾ എൻവയൺമെൻറ്റ് കുറിച്ച് മെച്ചപ്പെടുത്തണമെന്നുള്ള ഒരു പ്രപ്പോസൽ കൊടുക്കാൻ പോകുന്നു. ഇത് ഒരു ദിവസം കണ്ടു 2 ദിവസം കൊണ്ട് വർത്തമാനം പറഞ്ഞ് എത്താൻ കഴിയുന്നൊരു കാര്യമല്ല. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ മോഡലുകളായി വെക്കുന്ന അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, അമേരിക്കയിൽ തന്നെ പോകാൻ നമുക്ക് 80 തൊട്ട് തുടങ്ങിയ ഡിസബിലിറ്റി റൈറ്റ്സ് മൂവ്മെൻറ്റ് ഫലം കണ്ടു തുടങ്ങുന്ന 90 തുടക്കത്തിലാണ്. നമ്മൾ ഏറ്റവും ആധുനികമെന്ന് നമ്മൾ കരുതുന്ന സമൂഹത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. ഈ ഡിസേബിൾഡായ മനുഷ്യന്മാർക്ക് ഡിഫറെൻ്റ് ഏബിൾഡ് എന്നൊരു പ്രയോഗം വരെ ഉണ്ടാകുന്നത് അല്ല. അവർ അമേരിക്കയിൽ നടന്ന സമരങ്ങളെയും പ്രക്ഷോഭങ്ങളെയും തണുപ്പിക്കാൻ വേണ്ടി അവർ കൊണ്ടുവന്ന ഒരു പ്രയോഗം വരെയാണ്. അപ്പോൾ അവിടെ അത്രയും സമയം എടുത്തേക്കാൾ ഇവിടെയും എന്തുമാത്രം സമയം എടുക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. അപ്പോൾ നമ്മളത് നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുക എന്നതാണ് അതിനൊരു പരിഹാരം. പൊതുവെ ഈ തമിഴരോടുള്ള ഒരു സമീപനമുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ പുറ്റിച്ചു വിളിക്കുന്ന ഒരു വാക്കാണ് ഈ അണ്ണാച്ചി എന്നുള്ളത്, അല്ലെങ്കിൽ പാണ്ടി അതെ വരുന്നത്. പക്ഷെ ഇതില് ഒരാളോട് വഴി ചോദിച്ചപ്പോൾ, കാറിൽ ഇരുന്നിട്ട് വഴി ചോദിച്ചപ്പോൾ അദ്ദേഹം കാറിനകത്ത് നോക്കിയപ്പോൾ അമ്മയെ കണ്ടു സ്ത്രീയിരുന്നു. അപ്പൊ അദ്ദേഹം വലിച്ചുകൊണ്ടിരുന്ന സിഗരറ്റ് താഴെ ഇട്ടു. ശരിക്കും അത് വളരെ റെസ്പെക്ട് ചെയ്യേണ്ട ഒരു വ്യക്തിത്വമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ പൊതുവെ ഈ പരുക്കന്മാരെന്ന് മധുരയിലെ ജനങ്ങളെ ആൾക്കാർ പറയും, പക്ഷെ താങ്കളുടെ അനുഭവം അതല്ല. എല്ലാവരും സൗഹൃദത്തോട് പെരുമാറും. ചിലരുടെ കുറിപ്പുകളൊക്കെ വായിച്ചു, പക്ഷെ അതൊക്കെ വായിച്ചിട്ട് ചില മുൻവിധികളോടെയാണ് നമ്മളവിടെ. പക്ഷെ അത് ബുദ്ധിമുട്ടാണ്. ഞാൻ കണ്ടൊരു മനുഷ്യന്മാർ വളരെ സൗഹാർദ്ദപരമായിട്ട് തന്നെയാണ് നമ്മളൊരു പരിപാടി. ആ വ്യക്തി നമ്മളെ കണ്ട മനുഷ്യന്മാരുടെ നന്മയാണോ അതൊന്നും അറിയണ്ടെങ്കിൽ പോലും നമ്മുടെ അനുഭവങ്ങളാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഞങ്ങളൊക്കെ ഇങ്ങനെ പല സ്ഥലത്ത് യാത്ര ചെയ്യുമ്പോഴേ വ്യത്യസ്തമായ അഭിരുചികളുള്ളവരാണ്. അപ്പൊ എല്ലാവർക്കും ഒരു പ്രശ്നമായിട്ട് വരുന്നത് ഭക്ഷണമാണ്. ഞാനും പലപ്പോഴും അവിടുത്തെ ഭക്ഷണം കഴിക്കാനും അതിനെ ഉൾക്കൊള്ളാനൊക്കെ ശ്രമിക്കാറുണ്ട്. പക്ഷെ എന്നെ കൂടുതൽ താങ്കളിലോട്ടൊരു കുറേ കൂടിയ റെസ്പെക്റ്റ് ഉണ്ടാകാൻ തോന്നിയ ഒരു കാര്യം, മധുരയിൽ നിന്ന് താങ്കൾ ബൺ പൊറോട്ടയും കുടുംബം ഭക്ഷണവും വാങ്ങി തിരിച്ചു വരുന്നു. അത് മറ്റൊരു സ്ഥലത്ത് നിന്ന് കഴിക്കുന്നു. പക്ഷെ ആ ഭക്ഷണം ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ അവിടെ ഹോട്ടലിൻ്റെ പേര് പരാമർശിച്ചിട്ടില്ല. ഒന്ന്. അതോടൊപ്പം ഈ ജിഗർദണ്ഡയെ കുറിച്ച് പറയുമ്പോൾ ഷെയ്ഖ് മീരാനെ കുറിച്ചും, അതോടൊപ്പം പാരഗണിലോട്ട് നമ്മൾ കോഴിക്കോട് പാരഗണിലെ സുമേഷ് ഗോവിന്ദിനോടൊപ്പം കഴിക്കണം, അല്ലെങ്കിൽ അദ്ദേഹത്തെ കുറിച്ച് അവരുടെ ഒരു പോസിറ്റീവ് എനർജി പുതിയ തലമുറയ്ക്ക് അവരിൽ നിന്ന് കിട്ടേണ്ടത് എന്താണ് എന്നൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഭക്ഷണമൊക്കെ പലപ്പോഴും പല സ്ഥലത്തും പോയിട്ട് അതിന് വളരെ
നിസ്സാരവൽക്കരിക്കുന്ന ഒരു പ്രകൃതം ബ്ലോഗേഴ്സിനൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ആവശ്യമില്ലാതെ പൊഴുത്തി പറയുക. ഇത് രണ്ടും കണ്ടുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയായിരുന്നു ആ അനുഭവം. എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് ഞാൻ നല്ലതാണ് എന്ന് തോന്നി. ഇഷ്ടപ്പെട്ടതന്നെ അത്. പക്ഷെ എൻ്റെ ഒരു രുചി എന്ന് പറയുന്നത് ഒരാളുടെ വ്യക്തിപരമായ ഇഷ്ടമാണ് അല്ലേ. ഇപ്പൊ എനിക്ക് പുളി അധികം വേണ്ടുന്ന ഒരാളാണ്, ചേട്ടന് പുളി ഒരുപാട് വേണ്ടുന്ന ഒരാളാണ്. പുളി അധികം ഉള്ള ഭക്ഷണം എനിക്ക് ഇഷ്ടം എന്നാലിരിക്കാം ചേട്ടൻ ഇഷ്ടപ്പെടാം. അപ്പം ഞാനത് കൊണ്ടുവന്ന എന്ന് പറയുമ്പോഴേ നാളായി യാത്ര പോകുന്ന ഒരാള് ഇത് കണ്ടിട്ട് ആ ഒരു സ്പേസിൽ നിന്ന് ഒഴിവാക്കിയേക്കാം. അത് തോന്നുന്നത് എൻ്റെ ആണെങ്കിലും ആ രുചി എൻ്റെ കൂടെ ഉണ്ടായതെന്നാ ബാക്കി 2 പേർക്ക് ഭക്ഷണം ഇഷ്ടപ്പെട്ടു. ഞാൻ 2 പേർക്ക് ഭക്ഷണം ഇഷ്ടപ്പെട്ടില്ല. അപ്പം അതൊരു പേഴ്സണൽ ചോയ്സാണ്. അപ്പം ഞാൻ സിനിമ കാണാൻ പോകുമ്പോൾ ചിലപ്പോഴൊക്കെ എൻ്റെ യൂട്യൂബ് ചാനൽ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. വീഡിയോ എടുത്തിട്ട് സിനിമ കൊണ്ടുപോയില്ലെങ്കിൽ ഞാനത് ചെയ്യുന്നത്. സിനിമ കൊണ്ടുപോയെങ്കിൽ കൊണ്ടുവന്ന് പറയും. അതൊക്കെ ഒരു നമ്മൾ പോലും ഒരാൾക്കൊരു പ്രയാസം ഉണ്ടാകുക എന്ന് പറയുന്ന സാധനം ശരിയാണ്. നമുക്ക് അഭിപ്രായങ്ങൾ പറയാം, പക്ഷെ അത് ശരിയാണ് എന്ന് ശ്രദ്ധിക്കുന്നിടത്താണ് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. പുസ്തകത്തിന്റെ തുടക്കത്തില് വായനയിലേക്ക് നയിച്ച അച്ഛനെ കുറിച്ച്, പിന്നെ ചിത്രശലഭത്തെ പോലെ പറന്നുപോയ അനിയത്തിയെക്കുറിച്ചും പിന്നെ ഒരു കോമ്രേഡിനെ കുറിച്ചൊക്കെ എഴുതുന്നുണ്ട്. അതോടൊപ്പം മാർക്കേസിന്റെ വളരെ കേരളീയരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പുസ്തകമാണല്ലോ ഏകാന്തതയുടെ 100 വർഷം. യഥാർത്ഥത്തിൽ എം കൃഷ്ണൻ നായരാണ് അതിനെ പോപ്പുലർ ആക്കിയത് സാഹിത്യവാരബലത്തിലൂടെ. അതോടൊപ്പം MT യും എഴുതിയിരുന്നു. പക്ഷെ ആ പേര് താങ്കളെ പുസ്തകത്തിൽ നിന്ന് പലപ്പോഴും അകറ്റി, ആ പുസ്തകത്തിൽ നിന്ന് അകറ്റിയ ഒരു പേര് കൂടെയാണ് അതെന്നും പിന്നീട് അമ്മയെക്കുറിച്ചും പറയുന്നുണ്ട്. വായിച്ച് തീർക്കാൻ പ്രയാസമുള്ള ക്ലാസിക് പുസ്തകം പോലെയാണ് അമ്മയെന്നും അതിൽ ശരിക്കും അമ്മ നിറഞ്ഞു നിൽക്കുന്നുണ്ട് തുടക്കം മുതൽ അവസാനം വരെ. കാഴ്ചകൾ കാണുന്ന അമ്മ, പുറത്ത് നിൽക്കുന്ന അമ്മ, സീരിയൽ കാണുന്ന അമ്മ, പിന്നെ മോൻ്റെ അടുത്തിരുന്ന് മോനെ ശുശ്രൂഷിക്കുന്ന അമ്മ, അച്ഛൻ, സുഹൃതം. അപ്പം എന്തായിരുന്നു ജീവിതത്തിൽ അമ്മയും അച്ഛനൊക്കെ ചെലുത്തിയ ഒരു സ്വാധീനം വായനയിലും എഴുത്തിലൊക്കെ? ഓരോ വരിയിലും ഓരോ അക്ഷരത്തിലും എൻ്റെ അച്ഛനുണ്ട്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ട് എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ കാരണം എൻ്റെ അച്ഛനാണ്. ആ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഒരു 25 വർഷത്തെ ഇൻവെസ്റ്റ്മെൻ്റാണ് ഇന്ന് കാണുന്ന കൃഷ്ണകുമാർ എന്ന് പറയുന്നത്. അന്നും എൻ്റെ അമ്മ അച്ഛൻ്റെ പുറകെ നിന്നിട്ട് കൊണ്ടു, അമ്മ എൻ്റെ പുറകെ നിൽക്കുന്നു. ഏറെ പറയും ഒരു പുരുഷന്റെ വിജയത്തിന് പുറകെ സ്ത്രീയാണെന്ന് പറയും. പക്ഷെ അത് അവൻ്റെ ഭാര്യയോ കാമുകയോ എന്നാണോന്നില്ല. ഒരു പുരുഷന്റെ വിജയത്തിന് പുറകെ എൻ്റെ കാഴ്ചപ്പാട് അവൻ്റെ അമ്മയാണ്. അമ്മയിൽ നിന്നാണ് തുടങ്ങുന്നത്. അമ്മയിൽ നിന്നാണ് തുടങ്ങുന്നത്. അമ്മ ഖുർആനിൽ തന്നെ ഖുർആനാണോ എന്ന് ഓർക്കുന്നുണ്ട്. അന്നപ്പി തിരുമേനിയോട് ചോദിക്കുന്നുണ്ട്, ഏറ്റവും അധികം സ്നേഹം ആരോടാണ് ഉണ്ടാകേണ്ടത്? അമ്മയോട്. 2ാമത് ആരോടാണ്? അമ്മയോട്. 3ാമത് ആരോടാണ്? അമ്മയോട്. 4ാമത് ആരോടാണ്? അച്ഛനോട്. തമിഴ്നാട്ടിലെ തെങ്കാശി മുതൽ രാമേശ്വരം വരെ നീണ്ട തൻ്റെയും സുഹൃത്തുക്കളുടെയും യാത്രകളെ ഐ ട്രാക്കിംഗ് എന്ന സാങ്കേതിക വിദ്യയിലൂടെയാണ് കൃഷ്ണകുമാർ പകർത്തിയത്. കൺപീലികളുടെ ചലനങ്ങളിലൂടെ സ്ക്രീനിൽ അക്ഷരങ്ങൾ സൃഷ്ടിക്കുന്ന വളരെ സവിശേഷമായ സാങ്കേതിക വിദ്യയാണ് ഐ ട്രാക്കിംഗ്. കിലോമീറ്ററുകൾ മാത്രം നീളുന്ന ഒരു യാത്ര ഇത്രയേറെ ബുദ്ധിമുട്ടേറിയതാണോ എന്ന് വീൽ ചെയറിൽ കിടന്ന് യാത്ര ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് പ്രയാസമേറിയത് തന്നെയാണ്. ഈ ഭൂമിയിലേക്ക് ഞാൻ വന്നപ്പോൾ പടച്ച തമ്പുരാൻ സ്പൈനൽ മസ്കുലാർ അട്രോഫി എന്നൊരാളെ എനിക്ക് കൂട്ടിനായി അയച്ചിരുന്നു. ഒരു പാരസൈറ്റിനെ പോലെ അവനും എന്നിൽ വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. എൻ്റെ കാലുകളെ
കൈകളെ, ശരീരത്തെ, അവസാനമായി ശ്വാസകോശത്തിൻ്റെ ഒരു ഭാഗത്തെ വരെ അവൻ അടങ്ങുന്നു. ശരീരത്തിലെ മസിലുകളെ ബാധിക്കുന്ന SMA എന്ന രോഗത്തിൻ്റെ സ്വഭാവമാണത്. രോഗിയോടൊപ്പം രോഗവും വളർന്നുകൊണ്ടേയിരിക്കും. പക്ഷേ ഇതുവരെ പൂർണ്ണമായി എന്നെ കീഴടക്കാൻ ഞാൻ എൻ്റെ കൂട്ടുകാരനെ സമ്മതിച്ചിട്ടില്ല. ചോരയ്ക്കൽപ്പം ചുവപ്പ് കൂടിപ്പോയത് കൊണ്ട് സമവീര്യം ഒട്ടും കുറയുകയില്ലല്ലോ. വീഞ്ഞിനെ പോലെ നുരഞ്ഞു പൊന്നുന്ന ജീവിതത്തോടുള്ള അഭിനിവേശം തന്നെയാണിത് ഇവിടെ എനിക്ക് കൂട്ട്. ഒപ്പം അത് ചെയ്തേ മതിയാകൂ എന്ന തീവ്രമായ ആഗ്രഹവും. ആ ആഗ്രഹങ്ങൾ ഓരോന്നും നടത്തിയെടുക്കാൻ അതിനേക്കാൾ ഭ്രാന്തമായി ശ്രമിക്കുന്ന എൻ്റെ മനുഷ്യരും കൂടിച്ചേരുമ്പോൾ എന്തിനാണ് ഞാൻ മാറി നിൽക്കുന്നത്? മുന്നോട്ട് പോവുക തന്നെ വേണം. നൂറ്റാണ്ടുകളുടെ നടയിൽ എന്ന കൃതിക്കാണ് പുരസ്കാരം. കൃഷ്ണകുമാറിനെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. വലിയ സന്തോഷത്തോടെയും തികഞ്ഞ അഭിമാനത്തോടെയും നൂറ്റാണ്ടുകളുടെ കടകളിൽ എന്ന പുസ്തകത്തിന് യാത്രാവിവരണത്തിന് കമ്പനി വകുപ്പിൻ്റെ ഒരു സമ്മാനം നൽകുന്നത് വളരെ സന്തോഷത്തോടെയാണ് സമ്മാനം നമ്മൾ തീരുമാനിച്ചത്. ഒരുപക്ഷെ ലോകത്തെ വിവിധ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തു പോകേണ്ട പുസ്തകം വന്നുകൂടിയാണിത്. ഇതിനകം തന്നെ നിരവധി സമ്മാനങ്ങൾ നേടിക്കഴിഞ്ഞ പുസ്തകവുമാണ് നൂറ്റാണ്ടുകളുടെ കടകളിൽ. തികഞ്ഞ ഒരു മനോഹരമായ വായനാനുഭവം എന്നതിനപ്പുറത്തേക്ക്